നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അമിതമായിട്ടുള്ള തലകറക്കം, അതുപോലെ ക്ഷീണം, തളർച്ച, കൈകാലുകൾ വിറയലുണ്ടാകുക, അമിതമായിട്ടുള്ള വിയർപ്പ്, ഇതെന്തേലും ഫീൽ ചെയ്തിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കാത്ത ഒരു സമയങ്ങളിൽ സാധാരണയായി നിങ്ങളുടെ ഷുഗർ ലെവൽ വല്ലാതെ പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. ഇത് ഹൈപ്പോഗ്ലൈസീമിയ എന്നാണ് പറയാ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഹൈപ്പോഗ്ലൈസീമിയയെ കുറിച്ചാണ്. തീർച്ചയായിട്ടും നമുക്ക് ഷുഗർ ഉള്ളവരിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിലും ഷുഗർ ഇല്ലാത്തവരിലും ഇത്തരം ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അപ്പൊ ഹൈപ്പോഗ്ലൈസീമിയയുടെ ഓരോ ഘട്ടത്തെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. എന്താണ് ഹൈപ്പോഗ്ലൈസീമിയ? ഇതിന്റെ 3 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതുപോലെ തന്നെ ഇത് സംഭവിച്ചാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? അത് പ്രത്യേകിച്ച് 15-15 റൂൾസിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഒരു നിസ്സാരമായിട്ട് വിടേണ്ട ഒരു കാര്യമല്ല ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. പലരുടെയും ജീവൻ വരെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു മാർഗമാണിത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണുക. എന്താണ് ഹൈപ്പോഗ്ലൈസീമിയ? നമ്മുടെ ശരീര കോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു ഗ്ലൂക്കോസ് നിലനിർത്തേണ്ടത് ഒരു ലെവലിൽ ഗ്ലൂക്കോസ് നിലനിർത്തേണ്ടത് ശരീരത്തിന്റെ ഒരു ആവശ്യമാണ്. ആ ഗ്ലൂക്കോസിന്റെ അളവിൽ താഴേക്ക് പോകുമ്പോൾ ബോഡി ബ്ലഡിൽ ഗ്ലൂക്കോസ് അളവ് താഴേക്ക് പോകുമ്പോഴാണ് അതിന് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് 70 mg/dl താഴേക്ക് പോകുമ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ 70 mg/dl താഴേക്ക് പോകുമ്പോഴാണ് ഇത്തരം ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുന്നത്. ഈ ഹൈപ്പോഗ്ലൈസീമിയ പലപ്പോഴും പ്രമേഹ രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരിൽ, അതുപോലെ തന്നെ ഇൻസുലിൻ എടുക്കുന്നവരിലൊക്കെയാണ് കൂടുതലായും കാണപ്പെടുന്നത്. എങ്കിലും ചില മദ്യപാനം, വെറും വയറ്റിൽ മദ്യപിക്കുന്നവര്, അതുപോലെ തന്നെ ഹോർമോണൽ വ്യതിയാനം ഉള്ളവര്, അതുപോലെ തന്നെ മിതമായിട്ടുള്ള വ്യായാമം ചെയ്യുന്നവരിലുമാണ് ഈ ഹൈപ്പോഗ്ലൈസീമിയ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പൊ ഈ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ലെവലില് ഗ്ലൂക്കോസിന്റെ അളവ്, ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് 70 mg/dl താഴേക്ക് വരുന്നു. പല റീസൺസ് ആണ് അതിൽ പറയുന്നത്. പ്രധാനമായിട്ടും കാണപ്പെടുന്നത് പലരിലുമാണ്. അതായത് മരുന്ന് കഴിക്കുന്ന പ്രമേഹ രോഗികളിലും ഉണ്ടാവാം, അതായത് ഇൻസുലിൻ എടുക്കുന്ന മരുന്ന് കഴിക്കുന്നതായിട്ട് പ്രമേഹ രോഗികളിലും ഉണ്ടാവാം. അതേപോലെ തന്നെ അമിതമായിട്ട് എക്സസൈസ് ചെയ്യുക, അതുപോലെ മദ്യപാനം ഉള്ളവരിലെ, അതേപോലെ തന്നെ പല രീതിയിലുള്ള ഹോർമോൺ വ്യതിയാനം വരുന്നവരിലും ഇത്തരം ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഇനി ഹൈപ്പോഗ്ലൈസീമിയയുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. അമിതമായിട്ടുള്ള വിശപ്പ്, അതുപോലെ തന്നെ കൈകാൽ വിറയൽ, തളർച്ചയോടുകൂടിയുള്ള ഒരു ക്ഷീണം, വിയർപ്പ്, തണുത്ത ഒരു വിയർപ്പ് ഉണ്ടാവുക, അതുപോലെ തന്നെ ആശയക്കുഴപ്പം ഉണ്ടാവുക, പെട്ടെന്ന് ദേഷ്യം വരുന്നത്, അതേപോലെ തന്നെ പലരിലും ഹൃദയമിടിപ്പ് കൂടുന്നത് ഒരു ലക്ഷണമായിട്ട് കാണാറുണ്ട്. അതേപോലെ തന്നെ പലരിലും തലകറക്കം കാണപ്പെടുന്നുണ്ട്. അതുപോലെ നെഞ്ചിടിപ്പ് കൂടുന്നതും തലകറക്കം ഓരോ വ്യക്തികളിലും വ്യത്യസ്ത രീതിയിൽ കാണാറുമുണ്ട്. ഹൈപ്പോഗ്ലൈസീമിയ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു AC ഇട്ടുള്ള റൂമിലാണെങ്കിലും ഫാൻ ഇട്ടുള്ള സ്ഥലത്താണെങ്കിലും വിയർത്തൊലിക്കുന്ന ഡ്രസ്സൊക്കെ നനയുന്ന രീതിയിലുള്ളൊരു വിയർപ്പ് ഉണ്ടാവുന്നതായിട്ട് കാണാം. ക്ഷീണവും തളർച്ചയും ആശയക്കുഴപ്പവും ഒക്കെ തന്നെ ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ട്. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈപ്പോഗ്ലൈസീമിയ എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളതും, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിനെ വരുന്നത് എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ സംസാരിക്കുന്നത് ഹൈപ്പോഗ്ലൈസീമിയയുടെ ഘട്ടങ്ങളെ കുറിച്ചാണ്. അത് 3 ഘട്ടങ്ങളായിട്ടാണ് പ്രധാനമായിട്ടും തിരിച്ചിരിക്കുന്നത്. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ഹൈപ്പോഗ്ലൈസീമിയ എന്ന്. മൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഘുവായിട്ടുള്ള ഹൈപ്പോഗ്ലൈസീമിയ. നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് 54 മുതൽ 70 mg/dl നിൽക്കുന്നവരാണെങ്കിൽ നമ്മൾ മൈൽഡ് ആയിട്ടുള്ള ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയാം. വിശപ്പ്, അതുപോലെ തന്നെ വിറയലുണ്ടാകുക, വിയർപ്പ്, ഇതൊക്കെ തന്നെയാണ് അതിന്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത്. അതേസമയം ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ സ്വന്തമായിട്ട് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഗ്ലൂക്കോസ് കഴിച്ചുകൊണ്ട് അവർക്കത് മാനേജ് ചെയ്യാം. ഗ്ലൂക്കോസ് പൊടിയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഒരു കുറച്ച് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. അതേസമയം രണ്ടാമത്തെ ഘട്ടം മോഡറേറ്റ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൂക്കോസിന്റെ അളവ് 40 മുതൽ 54 വരെ mg/dl നിൽക്കുന്നവരെയാണ്.
മോഡറേറ്റ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. മൈൽഡ് അല്ലെങ്കിൽ മോഡറേറ്റ് ഹൈപ്പോഗ്ലൈസീമിയയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും തലവേദന, ആശയക്കുഴപ്പം, അതുപോലെ തന്നെ ആശയവിനിമയം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങൾ, ഇവയെല്ലാമാണ്. ലക്ഷണങ്ങൾ നമ്മൾ പലപ്പോഴും അവഗണിക്കുകയാണെങ്കിൽ അത് മോഡറേറ്റ് സിവിയർ ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള ലക്ഷണം, മോഡറേറ്റ് ഹൈപ്പോഗ്ലൈസീമിയയുടെ ലക്ഷണങ്ങൾ കടുത്ത തലവേദന, ആശയക്കുഴപ്പം, അതുപോലെ തന്നെ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങളൊക്കെയാണ് മോഡറേറ്റ് ഹൈപ്പോഗ്ലൈസീമിയയിൽ കാണുന്നത്. ഈ ഒരു അവസ്ഥയിൽ രോഗിക്ക് ബോധം ഉണ്ടാവും, അവര് എന്തെങ്കിലും പറയാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്നുണ്ടാവും, പക്ഷെ അവർക്ക് സ്വന്തമായിട്ട് എടുത്ത് കഴിക്കാൻ കഴിയില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യം വരുന്ന ഒരു സ്റ്റേജ് ആണ് മോഡറേറ്റ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയാം. അതേസമയം സിവിയർ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത് 40 mg/dl താഴേക്ക് പോകുന്ന ഗ്ലൂക്കോസിന്റെ അവസ്ഥയിലുള്ളവർ സിവിയർ ആയിട്ടുള്ള ഒരു ഹൈപ്പോഗ്ലൈസീമിയ ആണ്. അത് വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. ആ സമയത്ത് രോഗിക്ക് എണീക്കാനോ സംസാരിക്കാനോ മറ്റൊന്നും ഉണ്ടാകില്ല, ബോധക്ഷയം ഉണ്ടാവും, ഫിക്സ് വരുന്നുണ്ടാവും. വായിലൂടെ ഒരു ഭക്ഷണവും കൊടുക്കാനായിട്ട് ഈ സമയത്ത് ശ്രമിക്കരുത്. പെട്ടെന്ന് തന്നെ അടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് പഞ്ചസാരയുടെ അളവ് ഇങ്ങനെ താന്നു പോകുന്നത് എന്നാണ്. അതിന്റെ കാരണങ്ങളെ കുറിച്ചാണ്, അതായത് കോസസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് മെയിനായിട്ടും 5 കാരണങ്ങളാണുള്ളത്. മെയിനായിട്ട് ഭക്ഷണം കഴിക്കാൻ വൈകുന്നത് അല്ലെങ്കിൽ ഭക്ഷണം ഒഴിവാക്കുന്നത്. മെഡിസിൻ എടുത്തിട്ടും ഭക്ഷണം ഒഴിവാക്കുന്നത് ഒരു മെയിനായിട്ടുള്ള ഒരു കാരണമായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് ഒരുപാട് നേരം വൈകിട്ടാണ് അല്ല ഇൻസുലിൻ എടുത്ത് അല്ലെങ്കിൽ മരുന്ന് കഴിച്ച് ഒരുപാട് വൈകിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അതിനിടയിൽ ഹൈപ്പോഗ്ലൈസിമിയ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും ഡോക്ടർ നിർദ്ദേശിച്ചതിൽ കൂടുതൽ മരുന്നോ ഇൻസുലിനോ കഴിക്കുന്നത്. ചിലർ ഓരോ കല്യാണം സദ്യക്കൊക്കെ പോയി കഴിഞ്ഞാൽ പായസം അതൊക്കെ കഴിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അഡീഷണൽ ആയിട്ട് ഇൻസുലിൻ 2 3 അല്ലെങ്കിൽ 5 യൂണിറ്റ് ഒക്കെ അമിതമായിട്ട് വെക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലും പലപ്പോഴും അത്രയും ഇൻസുലിൻ ആവശ്യമായിട്ട് വരുന്നുണ്ടാവില്ല. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്ന് കൂട്ടുവാനോ കുറയ്ക്കുവാനോ പാടില്ല. കൃത്യമായി ഡോക്ടർ നിർദ്ദേശിച്ച അളവിൽ മരുന്ന് കഴിക്കാനും ഇൻസുലിൻ എടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഇത്തരം ഹൈപ്പോഗ്ലൈസീമിയെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു രീതിയിലേക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും വെറും വെയിറ്റിൽ മദ്യപാനം അത് വളരെയധികം പേരിൽ കാണുന്നൊരു പ്രശ്നമാണ്. വെറും വയറ്റില് മദ്യപിക്കുന്നത് ഹൈപ്പോഗ്ലൈസിമിയയിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള എക്സസൈസ് അല്ലെങ്കിൽ അധ്വാനം, ആവശ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കാതെ അമിതമായിട്ടുള്ള ഒരു അധ്വാനത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ എക്സസൈസിലേക്ക് പോകുന്നത് പലപ്പോഴും ഹൈപ്പോഗ്ലൈസിമിയ ഉണ്ടാകാൻ ഒരു കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ പലതരം ഹോർമോണൽ ഇംബാലൻസുകൾ, പലതരം രോഗങ്ങൾ, കിഡ്നി ഡിസീസ്, അതുപോലെ തന്നെ ലിവറിന് ഉണ്ടാകുന്ന ഡിസീസുകളെല്ലാം തന്നെ ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞ 5 പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇൻസുലിൻ അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ടും സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്, അമിതമായിട്ടുള്ള അധ്വാനം, ആവശ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കാതെ അമിതമായി അധ്വാനിക്കുന്നത്, അതുപോലെ തന്നെ മൂന്നാമതായിട്ട് പറയുന്നത് മെയിനായിട്ടുള്ള മരുന്ന് ഇൻസുലിൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ അമിതമായിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നവരിൽ ഹൈപ്പോഗ്ലൈസീമിയ കൂടുതലായിട്ട് കാണാറുണ്ട്, മദ്യപാനികളിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ പലതരം രോഗങ്ങളും ഹോർമോണൽ ഇംബാലൻസും ഉള്ളവരിലാണ് ഹൈപ്പോഗ്ലൈസീമിയ കാണുന്നതെന്നാണ് നമ്മൾ ചുരുക്കി പറഞ്ഞത്. ഇനി ഷുഗർ കുറഞ്ഞാൽ എങ്ങനെ അത് മാനേജ് ചെയ്യണം എന്നുള്ളതാണ് ഇനി പറയുന്നത് പ്രധാനമായിട്ടുള്ള ഭാഗമാണ്. അതിൽ 15-15 റൂൾ, 15-15 റൂൾ എന്ന് പറയുന്നൊരു ടെക്നിക്സ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. പ്രധാനമായിട്ടും അത് 3 ഘട്ടങ്ങളിലായിട്ടാണ് പറയുന്നത്. ആദ്യം നമ്മൾ ഒരു 15 ഗ്രാം ഗ്ലൂക്കോസ് പൊടി അല്ലെങ്കിൽ പഞ്ചസാര വെള്ളത്തിൽ അലിയിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ 1/2 ഗ്ലാസ് ജ്യൂസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് പെട്ടെന്ന് ദഹിക്കുന്ന കാർബോഹൈഡ്രേറ്റ് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അത് 15 ഗ്രാം ഗ്ലൂക്കോസ് നമ്മൾ നൽകിയിട്ട് രണ്ടാമത്തെ ഘട്ടത്തിൽ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് വീണ്ടും പഞ്ചസാരയുടെ അളവ്, അതായത് ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് എത്രയുണ്ട് എന്ന് മോണിറ്റർ ചെയ്യുക. ആദ്യം ഒരു 15 ഗ്രാം ഗ്ലൂക്കോസ് നൽകുക, എന്നിട്ട് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നതിന് ശേഷം ഗ്ലൂക്കോസിന്റെ അളവ്, അതായത് പഞ്ചസാരയുടെ അളവ് നമ്മൾ ബ്ലഡിൽ മോണിറ്റർ ചെയ്യുക. അങ്ങനെ മോണിറ്റർ ചെയ്യുമ്പോൾ 70 മില്ലിഗ്രാമിന് താഴെയാണ് ഗ്ലൂക്കോസ് എങ്കിൽ
വീണ്ടും ഒന്നുകൂടെ 15 ഗ്രാം ഷുഗർ നൽകിയിട്ട്, ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പൊടി നൽകിയതിന് ശേഷം ഒരു 15 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് ഷുഗർ നോർമൽ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ പലപ്പോഴും ഈ ഇത്തരം ഹൈപ്പോഗ്ലൈസീമിയ റോങ് ആയിട്ട് മാനേജ് ചെയ്യുന്നത് വഴി കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവാറുണ്ട്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചോക്ലേറ്റോ അല്ലെങ്കിൽ ഐസ്ക്രീമോ ഒക്കെ കൊടുത്തിട്ട് ഷുഗർ മാനേജ് ചെയ്യാനായിട്ട് ആ സമയത്ത് ശ്രമിക്കുന്നത് പെട്ടെന്ന് നമ്മുടെ ഷുഗർ കയറുന്നില്ല. ഫാറ്റ്, അതിനകത്ത് അടങ്ങിയിട്ടുള്ള കൊഴുപ്പ് ഷുഗർ പെട്ടെന്ന് വലിച്ചെടുക്കാൻ തടസ്സമായി വരുന്നതുകൊണ്ട് ഇത്തരം ചോക്ലേറ്റോ അല്ലെങ്കിൽ ഐസ്ക്രീമോ കൊടുത്ത് ഹൈപ്പോയിനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതും കൂടി ശ്രദ്ധിക്കണം. അതുപോലെ ഗുരുതരമായ ഹൈപ്പോഗ്ലൈസിമിയ ആണെങ്കിൽ തീർച്ചയായും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും ശ്രദ്ധിക്കുക. ഗ്ലൂക്കോഗോൺ ഇഞ്ചക്ഷൻ നൽകുന്നതും മെഡിക്കൽ ടീം കൂടെ ഉണ്ടെങ്കിൽ അത് വളരെ ഗുണകരമാണ്. ഇനി പറയുന്നത് പ്രതിരോധ മാർഗങ്ങളെ കുറിച്ചാണ്. വരുന്നതിനേക്കാൾ നല്ലത് വരാതെ തടയുന്നതാണല്ലോ ഹൈപ്പോഗ്ലൈസീമിയ, വരാതെ തടയുന്നതാണ്. അപ്പൊ അതിനു വേണ്ട എന്തൊക്കെ മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഞാൻ പറയുന്നത്. ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ യാത്രാവേളകളിൽ ഒരു പഴമോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ കരുതുന്ന, ഗ്ലൂക്കോസ് പൊടിയോ ഇപ്പൊ കയ്യിൽ കരുതുന്നത് വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരോട് അറിയിക്കുക, ഞാൻ ഷുഗർ ഉള്ള ആളാണ്, ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സുഹൃത്തുക്കളോടാണെങ്കിലും ബന്ധുക്കളോടാണെങ്കിലും തുറന്ന് പറയുക, നമുക്ക് ഷുഗർ കുറയാറുണ്ട്, എനിക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഇതാണ് വരുന്നത്, അപ്പൊ ഇങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൂരെ യാത്രകൾ ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കേണ്ട സമയമാണെങ്കിൽ ആ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഒരു 12:30-ക്ക് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, എന്തായാലും അവിടെ പോകുമ്പോൾ ഒരു 2:30 കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 12:30-ക്ക് തന്നെ ഭക്ഷണം കഴിച്ചു പോവുക, അല്ലാതെ അവിടെ എത്തിയിട്ട് കഴിക്കാം എന്നുള്ള രീതിയിലേക്ക് വരാതിരിക്കുക. അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ ഭക്ഷണം, ഇപ്പൊ ചിലരൊക്കെ ആണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഇൻസുലിൻ എടുത്ത് കാത്തിരിക്കും. അപ്പൊ അങ്ങനെ വരാതെ ഭക്ഷണം റെഡിയായി ടേബിളിൽ ആയതിനു ശേഷം മാത്രം ഇൻസുലിൻ എടുക്കുക. പിന്നെ പലപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ഭക്ഷണം കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അതിനു മുമ്പേ ഇപ്പോൾ ഡോക്ടർ ആണെങ്കിലും നഴ്സ് ആണെങ്കിലും ഇൻസുലിൻ എടുപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പറയുക, എന്റെ ഭക്ഷണം എത്തിയിട്ടില്ല. അത് ചോദിച്ചിട്ടാണ് അവർ ചെയ്യുള്ളൂ, എങ്കിലും നമ്മളത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. ഇൻസുലിൻ എടുത്തിട്ടില്ല, ഇൻസുലിൻ എടുക്കണ്ട, ഇപ്പം ഭക്ഷണം വന്നിട്ടില്ല എന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം റെഡിയായതിനു ശേഷം മാത്രം ഇൻസുലിൻ എടുക്കാനായിട്ട് അല്ലെങ്കിൽ മെഡിസിൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് യാത്രാവേളകളിലൊക്കെ കുറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ അറിയിക്കുക, അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യം അറിയിക്കുക. വളരെ നിസ്സാരമായിട്ട് മാനേജ് ചെയ്യേണ്ട കാര്യമാണുള്ളത്. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞ ഒരു മാരക പ്രശ്നമൊന്നും തന്നെയല്ല. വളരെ നല്ല രീതിയിൽ ചിട്ടയായിട്ട് ഷുഗറിനെ മോണിറ്റർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അത്യാവശ്യമാണ്. അതായത് റെഗുലർ ആയിട്ടുള്ള മോണിറ്ററിങ് വളരെ അത്യാവശ്യമാണ് ഹൈപ്പോ വരാതിരിക്കാനായിട്ട്. അപ്പൊ അതും കൂടെ ശ്രദ്ധിക്കുക. ഹൈപ്പോഗ്ലൈസിമിയെ പേടിക്കേണ്ടതില്ല, തീർച്ചയായിട്ടും നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. പ്രമേഹത്തെ ഒരു ടെൻഷൻ ഇല്ലാതെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഹൈപ്പോഗ്ലൈസീമിയെ കുറിച്ചും ഹൈപ്പർഗ്ലൈസീമിയെ കുറിച്ചും അതിനെക്കുറിച്ചും കൂടുതൽ നമ്മുടെ ഭക്ഷണ രീതികളെ കുറിച്ചും എക്സസൈസിനെ കുറിച്ചും ഒക്കെ കൂടുതൽ മനസ്സിലാക്കിയിരിക്കുക എന്നതാണ് പ്രധാനം. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഡയബറ്റിക്കിനെ റിവേഴ്സിലേക്കും റെമിഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ടൈപ്പ് 2 ഡയബറ്റിക് നമുക്ക് റെമിഷനിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന കാറ്റഗറിയാണ്. ഹൈപ്പോയും ഹൈപ്പറും മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ വരുമ്പോൾ മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് നിസ്സാരമായിട്ട് കണക്കാക്കേണ്ടതല്ല, എങ്കിലും വളരെ നമ്മുടെ തന്മയത്വത്തോടുകൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ യാതൊരു അപകടവുമില്ലാതെ തന്നെ മാനേജ് ചെയ്യാനായിട്ട് കഴിയും. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക്, ഷുഗർ ഉള്ളവരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്